ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പ്രധാന കലാപ കേന്ദ്രങ്ങളും നേതാക്കളുമാണ്. അപ്പോൾ കോഡുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു ഭാഗം പഠിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കോഡുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, യൂസ്ഫുൾ ആയി മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. നിങ്ങളുടെ ലൈക്സും കമൻസും ആണ് പുതിയൊരു വീഡിയോ ചെയ്യാനുള്ള നമ്മുടെ ഇൻസ്പിറേഷൻ. അപ്പോൾ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. ഇനി ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് കോഡ് വീഡിയോ ആവശ്യമാണെങ്കിൽ നമ്മളെ കമൻറ്റ് വഴി അറിയിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും പുതുതായി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം, നോക്കാം. 1857 കലാപത്തിന് ഡൽഹിയിൽ നേതൃത്വം നൽകിയിട്ടുള്ളത് മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ഭക്തഖാനുമാണ്. ഒന്നുകൂടെ പറയാം, ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ഭക്തഖാനുമാണ്. നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം? അപ്പോൾ ഡൽഹി എന്ന് പറയുമ്പോൾ നമുക്ക് ഓർക്കാം ഹി ടെൽസ്. ഡൽഹി എന്ന് പറയുമ്പോൾ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം ഹി ടെൽസ്. അദ്ദേഹം പറഞ്ഞു, ലീഡർ എന്താ പറഞ്ഞിട്ടുള്ളത്? ജനങ്ങളെ ബഹുദൂരം എന്ന് കേട്ടോ, ജനങ്ങളെ ബഹുദൂരം. അപ്പോൾ ഡൽഹിയിലെ ലീഡർ ജനങ്ങളോട് പറയാണ് ഹി ടെൽസ് ജനങ്ങളെ ബഹുദൂരം. ജനങ്ങളെ എന്നതിൽ നിന്ന് ജനറൽ ഭക്തഖാൻ കണക്ട് ചെയ്യാലോ. ബഹുദൂരം എന്നതിൽ നിന്ന് ബഹദൂർ ഷാ എന്നും കണക്ട് ചെയ്ത് വെക്കാം. ജനങ്ങളെ ബഹുദൂരം. അപ്പോൾ ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത് ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ഭക്തഖാനുമാണ്. ഇനി ഝാൻസിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത് റാണി ലക്ഷ്മിഭായി ആണ്. റാണി ലക്ഷ്മിഭായ്. അവിടെ പ്രത്യേകം കോഡിന്റെ ആവശ്യമില്ല, ഝാൻസി റാണി എന്ന് നമുക്ക് അറിയാം അല്ലെ, ഝാൻസി റാണി. ഇനി നോക്കൂ, ലക്നൌവിൽ കലാപത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത് ബീഗം ഹഷ്റത്ത് മഹലാണ്. ലക്നൌവിൽ കലാപത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത് ബീഗം ഹഷ്റത്ത് മഹൽ. അപ്പോൾ ലക്നൗ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ലക്ക് എന്ന് കണക്ട് ചെയ്യാലോ. ലക്നൗ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ലക്ക് എന്ന് കണക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ലക്നൌവിലെ ജനങ്ങൾക്ക് ലക്ക് ഉള്ളത് കൊണ്ട് എന്താണ്, അവിടെ ലീഡർ ബിഗ് ആയിരുന്നു എന്നോർക്കാം. ലക്നൌവിലെ ജനങ്ങളുടെ ലക്ക് കൊണ്ട് എന്താണ്, അവിടുത്തെ ലീഡർ ബിഗ് ആയിരുന്നു. ബിഗ് എന്നതിൽ നിന്ന് ബീഗം ഹഷ്റത്ത് മഹൽ കണക്ട് ചെയ്ത് വെക്കാം. ലക്നൌവിലെ ജനങ്ങൾക്ക് എന്തുണ്ട്, ലക്ക് ഉണ്ട്. ലക്നൗ എന്ന് പറയുമ്പോൾ നമ്മൾ ലക്ക് എന്ന് കണക്ട് ചെയ്തു. ലക്ക് ഉള്ളത് കൊണ്ട് ബിഗ് ലീഡറെ തന്നെ കിട്ടി എന്ന് കണക്ട് ചെയ്ത് വെക്കാം. ഇനി കാൺപൂരിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് താന്തിയ തോപ്പിയും നാനാ സാഹിബുമാണ്. താന്തിയ തോപ്പി, നാനാ സാഹിബ്. എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം? കാൺപൂർ എന്ന് പറയുമ്പോൾ നമുക്ക് കാണാം എന്ന് കണക്ട് ചെയ്യാം. എന്ത് കാണാം? തൊപ്പി വെച്ച സാഹിബിനെ കാണാം. ലീഡർ എങ്ങനെയായിരുന്നു? തൊപ്പി വെച്ച സാഹിബ്. കാൺപൂരിൽ ലീഡർ തൊപ്പി വെച്ച സാഹിബിനെ കാണാം. അപ്പൊ തൊപ്പി എന്നതിൽ നിന്ന് താന്തിയ തോപ്പി എന്നും സാഹിബ് എന്നതിൽ നിന്ന് നാനാ സാഹിബും കണക്ട് ചെയ്യാലോ. കാൺപൂർ എന്ന് പറയുമ്പോൾ നമ്മൾ കാണാമെന്ന് കണക്ട് ചെയ്ത് വെച്ചു. തൊപ്പി വെച്ച സാഹിബിനെ കാണാം എന്ന് ഓർത്തിരുന്നാൽ മതി. ഇനി നോക്കൂ, ബീഹാറിലെ ആരയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് കൻവർ സിംഗ് ആണ്. കൻവർ സിംഗ്. അപ്പൊ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? ആരാ എന്ന് പറയുമ്പോൾ നമുക്ക് ലീഡർ ആരാ എന്ന് ചോദിക്കുന്നത് കണക്ട് ചെയ്യാം. ഇവിടെ ലീഡർ ആരാ നമ്മൾ എപ്പോഴാ ചോദിക്കുക? ആരാ കാണാത്തപ്പോഴാണ് അല്ലേ. ലീഡറെ കണ്ടില്ല എന്നോർക്കാം. കണ്ടില്ല. ഇവിടെ ലീഡർ ആരെയും കണ്ടില്ല അല്ലേ. ബീഹാറിലെ ആരാ എന്ന് പറയുമ്പോൾ നമ്മൾ ആരാ ചോദിക്കുന്ന പോലെ കണക്ട് ചെയ്ത് വെച്ചു. ആരാ, ലീഡറെ കണ്ടില്ല. KAN എന്നതിൽ നിന്ന് കൻവർ എന്ന് കണക്ട് ചെയ്യാലോ. കൻവർ സിംഗ്. ബീഹാറിലെ ആരയിൽ കലാപത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത് കൻവർ സിംഗ് ആണ്. ഇനി ബറോട്ട് പർഗാനയിൽ കലാപത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത് ഷാമലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, SCRT പോയിന്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു പ്രാധാന്യം നൽകണം. ബറോട്ട് പർഗാനയിൽ കലാപത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത് ഷാമലാണ്. എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം? ബറൗട്ട് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഡൗട്ട് എന്ന് കണക്ട് ചെയ്യാലോ. ഡൗട്ട് വേണ്ട, ലീഡർ എന്താണ്? മല്ലനാണ് എന്നോർക്കാം. ഡൗട്ട് വേണ്ട, ലീഡർ മല്ലനാണ്. മല്ലൻ എന്നതിൽ നിന്ന് ഷാമൽ കണക്ട് ചെയ്യാലോ. ബറോട്ട് പർഗാന എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഡൗട്ട് എന്ന് കണക്ട് ചെയ്തു. ഡൗട്ട് വേണ്ട, ലീഡർ മല്ലനാണ് എന്ന് കണക്ട് ചെയ്യാം. ഇനി ഫൈസാബാദിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ള ഷായാണ്. ഫൈസാബാദിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? മൗലവി അഹമ്മദുള്ള ഷാ. അപ്പൊ ഫൈസാബാദ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ പൈസ എന്ന് കണക്ട് ചെയ്യാം.
പൈസ. അപ്പോൾ ഫൈസാബാദിൽ പൈസ വെച്ചിട്ട് പൈസ കൊടുത്തിട്ട് ആരെ വെക്കുകയാണ്? ലീഡറെ വെച്ചു അല്ലേ? പൈസ കൊടുത്ത് ലീഡറെ വെച്ചു. പക്ഷെ അദ്ദേഹം എന്തായിരുന്നു? ലാവിഷ് ആയിരുന്നു എന്നോർക്കാം. ലാവിഷ് എന്നതിൽ നിന്ന് മൗലവി കണക്ട് ചെയ്യാലോ. ലാവിഷ് എന്നതിൽ നിന്ന് നമുക്ക് മൗലവി എന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം. അപ്പം ഫൈസാബാദിൽ ആരാണ്? മൗലവി അഹമ്മദുള്ള ഷായാണ്. ഫൈസാബാദ് എന്ന് പറയുമ്പോൾ നമ്മൾ പൈസ എന്ന് കണക്ട് ചെയ്തു. ലീഡറെ പൈസ കൊടുത്ത് അവിടെ സെറ്റ് ചെയ്യാണ്. പക്ഷെ ലീഡർ എന്തായിരുന്നു? ലാവിഷ് ആയിരുന്നു എന്ന് ഓർത്തിരിക്കാം. ഇനി ബറേലിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ഖാൻ ബഹദൂർ ആണ്. ബറേലിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഖാൻ ബഹദൂർ. അപ്പൊ ബറേലി എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ റാലി എന്നോർക്കാം. റാലി. അപ്പോൾ ഓർക്കാം, റാലിയായി ബഹുദൂരം. റാലിയായിട്ട് ബഹുദൂരം സഞ്ചരിക്കണം അല്ലെ? റാലിയായി ബഹുദൂരം എന്നതിൽ നിന്ന് ബഹദൂർ, ഖാൻ ബഹദൂർ കണക്ട് ചെയ്ത് വെക്കാലോ. ബറേലിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത് ഖാൻ ബഹദൂർ ആണ്. അപ്പോൾ നമ്മുടെ കോഡുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക കേട്ടോ. താങ്ക്